നമസ്കാരം. ഇലക്ട്രോണിക്സ് മെയ്ഡ് സിമ്പിൾ എന്ന ട്യൂട്ടോറിയൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പാർട്ട് 1 ബേസിക് ഇലക്ട്രോണിക്സ്. ലളിതമായ ഒരു ട്യൂട്ടോറിയൽ വീഡിയോകളിലൂടെ വിശദീകരിക്കാൻ കഴിയുന്ന വിഷയമല്ല ഇലക്ട്രോണിക്സ്. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് എന്താണെന്നും ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് ഞാൻ ഈ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ബേസിക് ഇലക്ട്രോണിക്സിൽ നൽകുന്നത്. ഇതിന്റെ കാരണം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ ഡിസൈനിങ്ങിൽ ഇലക്ട്രോണിക്സിന്റെ അടിസ്ഥാനമായ ഒരു അറിവ് അത്യാവശ്യമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രധാന ഘടകങ്ങളുടെയും അടിസ്ഥാന വിവരങ്ങളാണ് ഈ ട്യൂട്ടോറിയലിലൂടെ നൽകുന്നത്. ഇലക്ട്രോണിക്സിൽ പൊതുവെ 4 വിഭാഗങ്ങളാണ് ഈ PCB ഡിസൈനിങ്ങിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. R, L, C, H എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ ഉപയോഗിച്ചാണ് എല്ലാ ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. റെസിസ്റ്റൻസ് എന്നാണ് R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. L ഇൻഡക്റ്റൻസ് ആണ്. C കപ്പാസിറ്റേഴ്സ് ആണ്. H എന്ന് പറയുന്നത് സ്വിച്ചുകൾ, പ്ലഗുകൾ, റിലേകൾ, അതിലുപയോഗിക്കുന്ന ചെറിയ ട്രാൻസ്ഫോർമറുകൾ, ഏതെങ്കിലും കണക്ടർ, ജാക്കുകൾ എന്നിവ ഉണ്ടെങ്കിൽ അത് ഹാർഡ്വെയർ എന്ന് ഒറ്റ വാക്കിൽ ഉദ്ദേശിക്കുന്നു. ഈ കാണുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസിന്റെ ചിത്രങ്ങളാണ്. അടുത്തത് L ഇൻഡക്ടർ ആണ്. C കപ്പാസിറ്റേഴ്സ്. 2 തരം കപ്പാസിറ്റേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. H എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് അതിനകത്ത് PCBയിൽ വരുന്ന കണക്ടേഴ്സ്, അതിന്റെ കണ്ടക്ടേഴ്സ്, കോണ്ടാക്ടർ, കണക്ടേഴ്സ്, കോയിൽസ്, ഇതേപോലെ അഡീഷണൽ ആയിട്ട് വരുന്ന സാധനങ്ങളെയാണ് ഹാർഡ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഭാഗങ്ങളിൽ നിരവധി ഉപവിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയലിലൂടെ എല്ലാം വിശദീകരിക്കാൻ കഴിയാത്തതിനാൽ ഇവിടെ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങളെയും അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഒരടിസ്ഥാന അവബോധം മാത്രമാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ അടിസ്ഥാന വിവരങ്ങൾ പൂർണ്ണമായി പഠിക്കുന്നതിന് വരാനിരിക്കുന്ന ഭാഗങ്ങൾ യഥാസമയം നഷ്ടപ്പെടുത്താതെ കാണുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് യഥാസമയം എല്ലാ ഭാഗങ്ങളും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രോണിക്സിന്റെ പ്രധാന ഘടകങ്ങൾ നമുക്ക് ആരംഭിക്കാം.
ആദ്യമായിട്ട് നമുക്ക് റെസിസ്റ്ററിനെ കുറിച്ച് നോക്കാം. റെസിസ്റ്റർ എന്താണെന്നും അതിന്റെ വിശദമായ വിവരങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇലക്ട്രോണിക്സിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു റെസിസ്റ്റർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നിലവിലെ കറണ്ട് ആവശ്യാനുസരണം നിയന്ത്രിക്കുന്നു. ഓരോ ഉപകരണത്തിലേക്കും ആവശ്യമായിരുന്ന കറണ്ട് നിയന്ത്രിക്കുന്നതിനും റെസിസ്റ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉപകരണത്തിന്റെ ആവശ്യകത അനുസരിച്ച് റെസിസ്റ്റർ ഒരു സർക്യൂട്ടിലേക്ക് വൈദ്യുതി വിതരണം നിർവഹിക്കുന്നു. ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സാന്ദ്രത അനുസരിച്ച്, അതായത് ഈ കറണ്ടിന്റെ സാന്ദ്രത അനുസരിച്ച് ഈ റെസിസ്റ്ററുകൾ അതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയെയും നിയന്ത്രിക്കുന്നുണ്ട്. അതിന് റെസിസ്റ്ററുകളുടെ മൂല്യത്തെ ഓം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക മൂല്യത്തിൽ റെസിസ്റ്റർ നിർമ്മിക്കുന്നത് എളുപ്പമല്ല. അതായത് കൃത്യമായ ഒരു മൂല്യത്തിൽ ഒരു റെസിസ്റ്റർ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഒരു ടോളറൻസോടെയാണ് നിർമ്മിക്കുന്നത്. അതായത് പ്ലസ് ഓർ മൈനസ് ഒരു ടോളറൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഈ ടോളറൻസിന്റെ മൂല്യം പരമാവധിയായിട്ട് ഉപയോഗിക്കുന്ന 10%. ഇതിനർത്ഥം ഒരു റെസിസ്റ്ററിന്റെ റേറ്റ് ചെയ്ത മൂല്യം, അതായത് അതിനകത്ത് റെസിസ്റ്റർ എഴുതിയിരിക്കുന്ന മൂല്യം എന്താണോ ആ മൂല്യത്തിന് 10% അധിക മൂല്യം ഉള്ള സ്ഥലങ്ങളിലേക്കോ അതോ 10% കുറവ് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കോ അത് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് 100 ഓം റെസിസ്റ്റർ 10% ടോളറൻസോടെ വരുന്നു എങ്കിൽ ആ റെസിസ്റ്ററുകൾ 110 ഓം വരെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാം എന്നതാണ്. എങ്കിലും ഈ പ്രതിരോധം, അതായത് റെസിസ്റ്ററിന് കൂടുതൽ കൃത്യമായ മൂല്യം ആവശ്യമുള്ള ചില സ്ഥലങ്ങളിലും അവിടെ നിർണായകമായ തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം റെസിസ്റ്ററുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിലും 1 മുതൽ 2% വരെയെങ്കിലും ടോളറൻസ് ഉണ്ടായിരിക്കും. അതായത് 0 ടോളറൻസിൽ ഒരു റെസിസ്റ്റർ നിർമ്മിക്കുന്നില്ല എന്നർത്ഥം. ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ചൂട് ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പൊ ഈ ചൂട് ഉണ്ടാവുന്നത് കറണ്ടിന്റെ അളവനുസരിച്ചായിരിക്കും, അതിന്റെ പ്രതിരോധം അനുസരിച്ചായിരിക്കും ചൂടുണ്ടാവുന്നത്. നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് റെസിസ്റ്ററിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റെസിസ്റ്ററുകൾ ഒരു 1/4, 1/2, 1, 2 എന്നീ വാട്ടുകളിൽ, അതായത് ക്വാർട്ടർ, ഹാഫ്, 1 വാട്ട്, 2 വാട്ട് എന്നീ വാട്ടുകളിൽ ഈ റെസിസ്റ്ററുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കും കൂടുതൽ വാട്ടേജ് ഉള്ള സ്ഥലങ്ങളിലേക്കും റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. ഈ റെസിസ്റ്ററിൽ ഉപയോഗിക്കുന്നത് നിറങ്ങൾ ഉപയോഗിച്ചാണ് റെസിസ്റ്ററുകളുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. ആ നിറങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയുന്നത് 0 ആണ്, ബ്രൗൺ ആണെങ്കിൽ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. അതേപോലെ ടോളറൻസും കളർ ഉപയോഗിച്ചാണ് ടോളറൻസും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിൽവർ ആണ് ടോളറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് 10%, ഗോൾഡ് കളറാണ് ടോളറൻസിന് നൽകിയിരിക്കുന്നതെങ്കിൽ അത് 5%, അതുപോലെ ബ്രൗൺ ആണ് ടോളറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ 1%, റെഡ് ആണെങ്കിൽ 2% ആയിരിക്കും. ബേസിക് ഇലക്ട്രോണിക്സിന്റെ 1ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. മറക്കാതെ അടുത്ത ഭാഗങ്ങൾ ശ്രദ്ധയോടെ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ.